ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് MS ധോണിയുടെ തിരിച്ചുവരവിനായാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ നായകനും മുൻ ക്യാപ്റ്റനുമായ ധോണി ഈ സീസണോടെ കളിച്ച് വിരമിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ പരിക്ക് വില്ലനായതോടെ ധോണിക്ക് ഇതുവരെ കളത്തിലിറങ്ങാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പല മത്സരത്തിനു മുൻപും പരിശീലനം നടത്തുന്ന ധോണിയുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എന്നാൽ ധോണി കളിച്ചിരുന്നില്ല. ഈ സീസണിൽ ധോണി ഇനി കളിക്കുമോ ഇല്ലയോ എന്നെ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും നിലനിൽക്കുകയാണ്. ധോണി കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ ഒരു വിവരവും CSK ടീം മാനേജ്മെന്റ് ഇതുവരെ നൽകിയിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ CSK ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ധോണി പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയെങ്കിലും വരുന്ന മത്സരത്തിലും അദ്ദേഹം കളിക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് CSKയുടെ മത്സരം. തട്ടകത്തിൽ നടക്കുന്ന മത്സരത്തിൽ ധോണി ഉണ്ടാകില്ലെന്നും ഇതിന്റെ കാരണം ഫിറ്റ്നസ് മാത്രമല്ലെന്നുമാണ് റിപ്പോർട്ട്. ധോണിക്ക് ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടെങ്കിലും നിലവിലെ വിജയ കൂട്ടുകെട്ട് പൊളിക്കേണ്ട എന്ന കാരണത്താലാണ് ധോണി കളിക്കാത്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെതിരെ 103 റൺസിന്റെ തകർപ്പൻ ജയം നേടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നോട്ട് പോകുന്നത്. ഈ കൂട്ടുകെട്ടിനെ തകർത്ത് ഇപ്പോൾ കളിക്കാൻ താല്പര്യമില്ലെന്ന് ധോണി അറിയിച്ചുവെന്നാണ് വിവരം. ധോണി ഈ സീസണിൽ കളിച്ചാൽ ഇമ്പാക്ട് പ്ലെയർ മാത്രമാകുമെന്നും വിക്കറ്റിന് പിന്നിൽ ഉണ്ടാകില്ലെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായി തള്ളി ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗ് പരിശീലകൻ മൈക്കൽ ഹസി രംഗത്ത് വന്നിരുന്നു. ധോണി ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രമല്ല വിക്കറ്റ് കീപ്പറായി തന്നെ തിരിച്ചെത്തുമെന്ന് ഹസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. CSKക്ക് ഇന്നത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം തട്ടകത്തിൽ ഗുജറാത്തിനെ തോൽപ്പിക്കാൻ CSKക്ക് സാധിക്കേണ്ടതായുണ്ട്. 7 മത്സരത്തിൽ 3 വിജയവും 4 തോൽവിയുമാണ് CSKയുടെ അക്കൗണ്ടിലുള്ളത്. 5ാം സ്ഥാനത്തുള്ള CSKക്ക് പ്ലേ ഓഫ് നിലനിർത്താൻ ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം ജയം അനിവാര്യവുമാണ്. സഞ്ജു സാംസണിന്റെ ഫോമിലേക്കാണ് CSK ഉറ്റുനോക്കുന്നത്. CSK ജയിച്ച 3 മത്സരത്തിൽ 2 സെഞ്ചുറി ഉൾപ്പെടെ നേടി തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചു. സഞ്ജു ഫ്ലോപ്പായ ഒറ്റ മത്സരത്തിൽ പോലും CSK ജയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലും സഞ്ജുവിന്റെ ഫോമാണ് CSKക്ക് നിർണായകം. സഞ്ജു മികവ് കാട്ടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. എന്നാൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് ഫോമിലേക്ക് എത്താൻ സാധിക്കാത്തത് CSK കാര്യമായി ബാധിക്കുന്നുണ്ട്. ഋതുരാജ് കൂടി ഫോമിലേക്ക് എത്തിയാൽ CSKക്ക് വലിയ കരുത്തായി മാറും. CSKയുടെ മധ്യനിരയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ധോണി കളിച്ചാലും വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്ന് കരുതാനുമാവില്ല. എന്നാൽ ഉർവിൽ പട്ടേലിനെ CSK കളിപ്പിച്ചാൽ അത് ഗുണകരമായേക്കും. ഫിനിഷർ റോളിലേക്ക് വമ്പനടിക്കാരനായ താരത്തെ CSKക്ക് ഇപ്പോൾ ആവശ്യവുമാണ്. CSKയുടെ സ്പിന്നർമാർ ഫോമിലേക്ക് എത്തിയത് ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യമാണ്. ഗുജറാത്തിനെ തോൽപ്പിച്ച് മുന്നേറാൻ CSKക്ക് സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ കാത്തിരുന്ന് കണ്ടറിയേണ്ടത്.